ഫ്ലാക്സീഡ് ജെൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതുപോലെ ഫ്ലാക്സീഡ് ജെൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതുമാണ് കാണിക്കുന്നത്. ചെയ്ത് നോക്കാം നല്ലപോലെ. ഇങ്ങനെ ഇതാണ് ഈ ഫിംഗർ കോയിലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുള്ളത് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടൈറ്റിലിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫ്ലാക്സീഡ് ജെല്ലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കേളി ഹെയർ റുട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണ്ടു പ്രൊഡക്ട്സ് വെച്ചിട്ട്. പിന്നെ പ്രൊഡക്റ്റ് കേളിംഗ് ക്രീം ഒന്നും ഉപയോഗിക്കാതുള്ള ഒരു ബിഗിനർ ഗൈഡ് പോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലയോ ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ കുറവുള്ള കാര്യങ്ങളൊന്നും ഇല്ലയോ, ഇത്രയും പൈസ മുടക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാര്യവും ഭയങ്കര പൈസ കുറവിന് നമ്മുടെ ഫ്ലാക്സീഡ് വാങ്ങിക്കാനായിട്ട് അധികം പൈസ ഒന്നുമില്ല, നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ചണവിത്ത് എന്നാട്ടോ പറയുന്നത് മലയാളത്തിൽ. നമ്മുടെ ആയുർവേദിക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഫ്ലാക്സീഡിൻ്റെ ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഇത് ഭയങ്കര നല്ലതാണ്, നല്ലപോലെ നമ്മുടെ കേളിൻ്റെ ഡെഫിനിഷനൊക്കെ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫ്ലാക്സീഡ് ജെല്ല് യൂസ് ചെയ്തേക്കുന്ന എല്ലാവരും പറയുന്നത്. പിന്നെ ഇത് 100% നാച്ചുറലാണ്, വേറെ ഹാം ഒന്നും ഇല്ല. ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഞാനും ആദ്യമായിട്ടോ ഫ്ലാക്സീഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്, എന്നിട്ട് ഞാൻ റിസൾട്ട് പറയാം കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതെങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഈ ഫ്ലാക്സീഡിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പേ 2 കേളി ഹെയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഫ്ലാക്സീഡ് ജെൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിനി നമ്മുടെ ഫ്ലാക്സീഡ് ജെൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഫ്ലാക്സീഡ് ഇത് ഞാൻ തലാലിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. പിന്നെ 6 dirhams ഉണ്ടായിരുന്നുള്ളൂ. ഇത് കൂട്ടത്തെ 250 ml 2 കപ്പ് വെള്ളത്തിൽ ഈ 2 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് ഫ്ലാക്സീഡ് ആണ് ഇടാൻ പോകുന്നത്. അപ്പം നമ്മുടെ മുടിക്ക് ഇത്രയൊക്കെ മതിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറേ നാള് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ എന്നാണ് പറയുന്നത്, ഇതിന്റെ ജെല്ല് ഉണ്ടാക്കി വെച്ചിരുന്നാൽ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇതനുസരിച്ചിട്ട് കൂടുതലായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമായതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് ഇതിൽ നിന്നൊരു ജെല്ല് നല്ല തിക്കായിട്ടുള്ള ഒരു, ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറിയിട്ട് നല്ല കൊഴുകൊഴാന്നുള്ള ഒരു ജെല്ലിൻ്റെ ഫോമിൽ വരും. അതുവരെ നമ്മൾ നല്ലപോലെ തിളപ്പിക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലുമൊക്കെ തിളപ്പിക്കേണ്ടി വരുമായിരിക്കും. ഇനി നമുക്കിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 10-15 മിനിറ്റ് ആവുന്നു കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു ഇത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത്. നല്ല ചൂടാ, നല്ല നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് പിഴിഞ്ഞെടുക്കാം. ഇത്ര മതി. അതുകൊണ്ടോ നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടാ. ഇനി ഇത് പിഴിഞ്ഞെടുക്കുന്നതാണ് പാട്. ഞാൻ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ടാണ് ഇത് ഇനി പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് അത് തിക്കായി പോയായിരുന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കൺസിസ്റ്റൻസി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തിക്കാവും കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തോട്ട് നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം. എത്ര പെട്ടെന്ന്. ഇതിപ്പോൾ ഏകദേശം നിറയാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ട് ബാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ചിലപ്പോൾ അത് മറ്റേത് കട്ടിയാകുമായിരിക്കും. ഇതുപോലെ ഇങ്ങനെ ഇത് പിഴിഞ്ഞെടുക്കണം നല്ലപോലെ. നല്ല ചൂടാണ്. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ പിഴിഞ്ഞെടുക്കുക. തണുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടത്തില്ല നമുക്ക്. ഇത് ഫുള്ള് ഇതുകൊണ്ട് പിഴിഞ്ഞെടുക്കുക.
ഇതെല്ലാം ഇതോട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പം എന്താ കുറേ ഇങ്ങനെ പിഴിഞ്ഞ് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ 2-3 വട്ടം അത് തന്നെ പിന്നെയും തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുത്ത് അത് ഫുള്ള് എടുത്തിട്ടുണ്ട്. അത് എത്ര വട്ടം എനിക്കിതൊന്നും നമുക്ക് കുറച്ച് പ്രാവശ്യം അത് യൂസ് ചെയ്യാം, സെയിം തന്നെ യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്കിത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നാൾ ഇത് ഉപയോഗിക്കാം തീരുന്ന വരെ. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ മുടി വാഷ് ചെയ്തിട്ട് വന്നേക്കുവാണ്. ജസ്റ്റ് ഷാമ്പൂവും കണ്ടീഷണറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ടവൽ വെച്ച് റാപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പം നനഞ്ഞിരിക്കുകയാണ് മുടി. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, അത് ഇതാണ് കേട്ടോ, വാവ്. ഞാൻ ഈ ട്രിപ്പ് ഈ ഷാമ്പൂ ഉപയോഗിച്ച് ഇനി ഇച്ചിരിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ട്രിപ്പ് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ വാവിൻ്റെ ആപ്പിൾ സൈഡർ വിനീഗർ ഷാമ്പൂ ആണിത്. ഇതിൻ്റെ കൂടെ കണ്ടീഷണർ ഉണ്ടായിരുന്നു, കണ്ടീഷണർ തീർന്നു പോയി. അപ്പോൾ ഇത് ഉപയോഗിക്കാം. ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് നോ പാരബെൻസ്, നോ സൾഫേറ്റ്, നോ സിലിക്കോൺസ് എന്നുള്ളത്. ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ചുരുണ്ടും കൂടി ഉള്ളവർക്ക്. പിന്നെ കണ്ടീഷണർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാണ്ടൂൻ്റെ ആണ്, അതും തീർന്നു, ഇനി ഇച്ചിരിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത് രണ്ടും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി ഫ്ലാക്സീഡ് ജെല്ലാണ് ലിവിൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ജെല്ലെന്നോ എന്തോ വേണമെങ്കിലും പറയാം, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഫ്ലാക്സീഡ് ജെല്ല്. എന്നിട്ട് അതിന് ഞാൻ കുറച്ച് ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദൈവമേ, ഇത് നല്ലപോലെ ഇതായിട്ടുണ്ട്, ഭയങ്കര തിക്കായി കേട്ടോ. കുറച്ചും കൂടെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് നോക്കാം നല്ലപോലെ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇത്. നമുക്ക് എന്തായാലും ഇത് ഇനി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. കുറച്ചൊന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെയാണ്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇത്ര അപ്ലൈ ചെയ്യുന്നുള്ളൂ സ്കാൽപ്പിൽ. നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം മുടിയിൽ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇത് ഇങ്ങനെയൊക്കെ പോകുന്നത് കുറച്ചും കൂടെ കൺസിസ്റ്റൻസി കുറച്ച് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നമുക്ക് മസ്റ്റ് നമ്മൾ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ മുടിയിൽ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്ട്രാൻസ് ആയിട്ട് എടുത്തിട്ട് ഫിംഗർ കോയിലിംഗ് ചെയ്തിടും. ഫിംഗർ കോയിലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ സാധാരണ ചെയ്യാറില്ല, കാരണം എനിക്ക് എൻ്റെ ഒരു മുടിയുടെ ഒരു നാച്ചുറൽ കേള് തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഒരുപാട് അങ്ങ് ഇതായിട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഫിംഗർ കോയിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുകൂട്ട് കുറേച്ച് ഇത്ര ഒരു സ്ട്രാൻസ് എടുത്തിട്ട് അതിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. അതിലിങ്ങനെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചുറ്റി എടുക്കുക. നല്ലപോലെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ വിടുക. ഇത് കണ്ടോ, ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഇതാണ് ഈ ഫിംഗർ കോയിലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്തിടാം. ഒരുപാട് പേര് ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ എല്ലാ സ്ട്രാൻസിലും ഒന്നും ഇത് അപ്ലൈ ആവുന്ന പോലെ ചെയ്യാറ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറലാണ്. അപ്പം നമുക്ക് ഇത് വർക്കൗട്ട് ആവുകയാണോ എന്നല്ല, ഇത് ശരിക്കും ആകും. എല്ലാവർക്കും നല്ല റിവ്യൂ ആണ് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ വീഡിയോയിൽ കാണുന്ന ഒരു കുട്ടി, മീനാക്ഷി എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടിയും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലാക്സീഡ് ജെല്ലാണ് ഉപയോഗിക്കുന്നത്, വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനൊരു ട്രൈ ചെയ്യാന്ന് വെച്ചാൽ. കുറേ കാലം കൊണ്ട് ഈ ഫ്ലാക്സീഡ് ജെല്ല് വായിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്, പക്ഷേ ചെയ്യാം അതിനെക്കൊണ്ടൊരു തോന്നിയില്ല എന്നല്ല, ചെയ്യാൻ പറ്റിയില്ല, വാങ്ങിച്ചില്ല, അങ്ങനെയൊക്കെ. ഇപ്പം നമുക്ക് വാങ്ങിച്ചു, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്തായാലും നല്ല ഇതാണ്. നമ്മുടെ മുടി നല്ല മോയ്സ്ചറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് മതി കേട്ടോ. ഇതിപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഈ ജെല്ല് എടുക്കുമ്പോൾ കുറച്ച് മതി നമുക്ക് മുടിയിൽ. നല്ല മോയ്സ്ചറൈസ് ആയിട്ടുണ്ട് നമ്മുടെ മുടി, നല്ല ഒരിത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പ്ലോപ്പ് ചെയ്ത് വെക്കും. അതായത് നമ്മൾ മുടി കെട്ടി ഒരു ടീഷർട്ട് പ്ലോപ്പിങ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് കാണാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ക്യാപ്പ് തന്നെ മൈക്രോ ഫൈബറിൻ്റെ ക്യാപ്പാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഞാനിനി പ്ലോപ്പ് ചെയ്ത് വെക്കും. നമുക്ക് പ്ലോപ്പ് ചെയ്ത് വെക്കാം.
ഇനി മുടി ഉണങ്ങുന്നിടം വരെ ഇങ്ങനെ ഇത് വെച്ചേക്കുക. കുറച്ച് സമയം എടുക്കും, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും മുടി ഉണങ്ങാനായിട്ട്. അതുവരെ വെച്ചേക്കും. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഈ ക്യാപ്പിൽ നിന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന കാണിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ അതും കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് മുടി ഉണങ്ങിയിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് മുടി സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം എൻ്റെ മുടി ഉണങ്ങി കാണും. അപ്പം ഞാനിത് അയച്ചിട്ട് മുടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിടുന്നതായിരിക്കും. ഇത് ശരിക്കും അവിടെ ഇവിടെ എല്ലാം തെറിച്ചായിരുന്നു കേട്ടോ. ഭിത്തിയിലും തറയിലും ഒക്കെ കുറേ പോയി. കുറച്ചും കൂടെ കൺസിസ്റ്റൻസി കുറച്ചിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ഇത്രയും തിക്കായിട്ട് തേക്കുന്നതിലും. അപ്പം നമുക്കിത് മുടി അയച്ചെടുക്കാം. അപ്പം മുടി ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല, ചെറിയൊരു നനവുണ്ട് മുടിക്ക്. ഇനി അത് കുറച്ച് നേരം കിടന്ന് ഈ എയർ ഡ്രൈ ആയിക്കോളും. അപ്പം ഇനി നല്ലപോലെ ഞാൻ സ്ക്രഞ്ച് ചെയ്ത് ഇടും. അതാണ് ഇപ്പം കണ്ണാടി നോക്കുന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പം വകുപ്പൊക്കെ എടുക്കുമ്പോൾ നേരെ വരുമോ എന്നറിയില്ല. എന്നാലും ഇനി നല്ലപോലെ സ്ക്രഞ്ച് ചെയ്യുക. മുടി നല്ലൊരു മയമുണ്ട് മുടിക്ക്. നമ്മൾ സാധാരണ സ്ക്രഞ്ച് ചെയ്യുന്ന പോലെ നല്ലപോലെ സ്ക്രഞ്ച് ചെയ്തിട്ട് ഇതാണ്. ഇനി ഞാൻ ഇങ്ങനെ മുടി ഇട്ടേക്കും. എന്നിട്ട് ഇത് നല്ലപോലെ ഇങ്ങനെ തന്നെ കിടന്ന് ഉണങ്ങിക്കോളും. അപ്പം എൻ്റെ മുടി ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പി ആട്ടോ, നല്ലപോലെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണാൻ പറ്റുമെങ്കിൽ തന്നെ നല്ല ഡെഫിനിഷനും ഉണ്ട്. കണ്ടോ, മുടി നല്ല ഡെഫിനിഷനായിട്ട് തന്നെ കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഇത്ര നാച്ചുറലായിട്ട് മുടി ഇങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇത് സ്ഥിരമാക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൂടി ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലാക്സീഡ് ഭയങ്കര നല്ലതാണ്. അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്, നമ്മുടെ ചുരുളൊക്കെ കീപ്പ് ചെയ്യാൻ നല്ലതാണ്. ചുരുണ്ട മുടി ഉള്ളവർക്ക് മാത്രമല്ല അല്ലാതുള്ളവർക്കും ഫ്ലാക്സീഡ് ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്വസ്റ്റ്യൻസ് എല്ലാം കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.